നന്ദകിഷോർ എഴുതി സംവിധാനം ചെയ്ത് മലയാളത്തിൻ്റെ ലാലേട്ടൻ, പിന്നെ മറ്റവൻ്റെ പേര് സബ്ജജിത്ത് ലങ്കേഷ്, നെപ്പോയാണ്. ഇവർ രണ്ടൊരു പ്രധാന വേഷങ്ങളിൽ വന്ന് അഭിനയിച്ച കന്നഡ മലയാളം ബൈലിംഗൽ ആയിട്ട് ഇറങ്ങിയ സിനിമയാണ് ഋഷഭ. ഈ സിനിമയിൽ മോഹൻലാൽ സംസാരിക്കണം, പിന്നെ ഒന്ന് രണ്ട് ക്യാരക്ടർ സംസാരിക്കണം. ചില സമയത്ത് മലയാളം തന്നെ അവരുടെ ചുണ്ട് അനങ്ങുന്നുണ്ട്, ബാക്കിയുള്ള സമയത്ത് കന്നഡ സംസാരിച്ചിട്ട് ഡബ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഈ സിനിമ 2025 ലാലേട്ടന് ഹിറ്റുകൾ മാത്രം കിട്ടിയപ്പോൾ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു സാധനം ഇറക്കണമല്ലോ, അതിനുവേണ്ടി ഇറക്കിയാണ്. നമ്മളൊരു മലങ്കൾട്ടി തന്നെയാണ് പ്രതീക്ഷിച്ച് പോയത്. 100% അങ്ങനത്തെ ഒരു നല്ലൊരു ഗംഭീര ലക്ഷണമൊത്ത ചിരിച്ചു മറിയാനുള്ള ഒരു മലങ്കൾട്ടി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കം കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ്റെ ടൈറ്റിൽ. അപ്പോൾ എനിക്കൊരു ഗൂസ് ബംസ് തോന്നുന്നു അവിടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ കന്നഡ സിനിമയിൽ മലയാളത്തിൻ്റെ ഒരാളെ ഒരു നടൻ്റെ ഇങ്ങനെ ഒരു സാധനം ടൈറ്റിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ സാംസിയസ് ത്രൂ ഔട്ടിൽ സ്കോർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ആ സ്കോർ കണ്ടപ്പോഴേക്കും ഒരു സാധനം ലാലേട്ടൻ്റെ കന്നഡ സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു ടൈറ്റിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സാധനം. കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെ ആശീർവാദം കാണിക്കുമ്പോഴത്തെ പരിപാടി കാണിച്ചിട്ട് ലാസ്റ്റ് നോക്കിയപ്പോഴേക്കും കംപ്ലീറ്റ് ആക്ടറല്ല, കംപ്ലീറ്റ് സ്റ്റാർ. എന്താണ് മറ്റേ അഡിഡാസിന് പകരം അബിഡാസ് ഒട്ടിച്ച് വെച്ച് കൊള്ളരുത്, എന്തൊരു കംപ്ലീറ്റ് സ്റ്റാർ അവിടെ കൊണ്ട് കളഞ്ഞ്. പിന്നെ മറ്റേ നമ്മൾ കണ്ടപ്പയിൽ വായുലിംഗമായിരുന്നു, ഇതിൽ സ്ഫടികലിംഗമാണ്. സ്ഫടികലിംഗത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അപ്പം അത് ഭയങ്കര ഒരു AI പോലത്തെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ച്. ഈ സിനിമയിൽ പകുതി AI ആണ് കേട്ടോ അഭിനയിച്ചിരിക്കുന്നത്, പകുതി AIയും പിന്നെ പകുതി ഗ്രീൻ സ്ക്രീനും, പിന്നെ ഒന്ന് രണ്ട് പിന്നെ നെയ്യാറ്റിക്കര ഗോവ ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പരിപാടി. അപ്പോൾ ഈ സംഭവം വന്നപ്പോഴേക്കും ഒരു വായുലിംഗത്തിന് ഭയങ്കര കഥയൊക്കെ പറഞ്ഞു, കിടിലുമാണ്. അവിടെ സാംസിയസിൻ്റെ സ്കോറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സാധനം പറയണത്. അപ്പം കൊള്ളാലോടെ എന്തോ പരിപാടി വന്നിട്ട് ഇനി ഒന്നും പ്രതീക്ഷിക്കാതെ നൈസായിട്ട് പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ഒരു സാധനം അടിക്കുമ്പോൾ എന്ന് വിചാരിച്ച് പിന്നെ നോക്കുമ്പോഴേക്കും നേരെ തെലുങ്ക് പടത്തിൻ്റെ പോലത്തെ ഒരു ഫ്രെയിംസ് മാസ് ആക്ഷൻ പടത്തിൻ്റെ പോലത്തെ ഇത് പഴയ കാലഘട്ടം ഗ്രീൻ സ്ക്രീന് ഫ്രണ്ടിൽ തീട്ടമാറ്റി എറിഞ്ഞ പോലത്തെ CGI അങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. ഏതോ ഒരു വില്ലനൊക്കെ വന്ന് അലറുന്നുണ്ട്. ഒരു ഫൈറ്റ് സീൻ, ലാലേട്ടൻ്റെ ഫൈറ്റ്. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലില്ല, ലാലേട്ടൻ ഫുൾ ആകാശത്താണ്. ഫുൾ ആകാശത്ത് കയറത്തുകയും കറങ്ങി അടിക്കുന്നു, നിരത്തി അടിക്കുന്നു. രാജാവ് ഋഷഭ. സാധാരണ ഹെയർ സ്റ്റൈൽ നമ്മളിവിടുത്തെ ഹെയർ സ്റ്റൈലിൻ്റെ താഴെ 2 അങ്കവാലൂടി വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരു രാജാവ്, അത് പ്രത്യേക ഒരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു രാജാവിന്. എല്ലാവരും ഇങ്ങനെ സമ്മർ പോലെ ഇങ്ങനെ ബാക്കിൽ ഇതുപോലെയൊക്കെ അല്ലേ ഇരിക്കുള്ളൂ ഇവിടെ. ഇങ്ങനെ ഇതിങ്ങനെ ലാലേട്ടൻ്റെ ചരിഞ്ഞ ഒരു ഹെയർ സ്റ്റൈലും ബാക്കിൽ താഴെ ഒരു അങ്കവാല്. അങ്ങനെ രാജാവ് ഈ കല്യാണം കഴിഞ്ഞ അവർ മക്കൾ എണീക്കാതിരിക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ രാത്രി ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ പാത്തും പതുങ്ങി നടക്കുന്ന ഒരു രാജാവ് ഋഷഭ. രാജാവിന് ഒരു ഫൈറ്റും ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു അബദ്ധം പറ്റിയാണ്. അബദ്ധത്തിൻ്റെ സീന് അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതെന്തോ സംഭവം, ഇപ്പോൾ രാജാപ്പാട്ട് കഥ പോലത്തെ ഒരു സാധനം ആയിട്ട് നമുക്ക് കാണാനുള്ള എന്തോ ഒരു സാധനം ഉണ്ടെന്നൊരു സാധനം ഇട്ടിട്ട് ആ പഴയ കാലഘട്ടം കുറച്ച് നേരം കാണിച്ചിട്ട്, ഇതൊക്കെയാണെങ്കിൽ പഴയ കാലഘട്ടം അങ്ങനത്തെ ഒരു ഇതുപോലെ കാണാം. ലാലേട്ടൻ ഇതുപോലത്തെ രാജാപ്പാട്ട് വേഷങ്ങളിലൊന്നും അഭിനയിക്കരുത് കേട്ടോ പ്ലീസ്. ഞാനിത് ചേരല്ല ഒക്കെയല്ല പരിപാടിയൊക്കെ അല്ല. പുതിയ കാലഘട്ടത്തിൽ വന്ന് പിന്നെ അങ്ങോട്ട് കോമഡി എൻ്റർടൈനർ ലാലേട്ടൻ ഭയങ്കര പണക്കാരൻ, ലാലേട്ടൻ്റെ മോനായിട്ട് മറ്റേ നേരത്തെ പറഞ്ഞ വേട്ടാവളിയും ക്യാരക്ടർ ഇവർ വരുന്നു. ഇവർ തമ്മിലുള്ള ലാലേട്ടൻ മറ്റേ ലയൺ കിങ്, അവൻ ലയൺ കിങ്, ലാലേട്ടൻ മുഫാസ്, അയ്യോ തിരിച്ച് വലിക്കും. ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തൊക്കെയോ ഡയലോഗുകൾ, ഇവിടുത്തെ ഡയലോഗിനെ ട്വിസ്റ്റ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ആപ്പച്ചട്ടിയിൽ അരി വറക്കരുത് മന്നെ എന്ന് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തോ പരസ്പരം എന്തോ അതൊക്കെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അച്ഛനും മോനും സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ പ്രൊമോയൊക്കെ ഇറക്കുമല്ലോ, അയ്യോ കുടുംബമായിക്ക് പേടിയായോ, ആ ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ. അതുപോലെ ലാലേട്ടൻ വന്നിട്ട് ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് പ്രൊമോയിലൊക്കെ വന്ന് സംസാരിക്കും പോലത്തെ രീതിയിലുള്ള ഒരു അഭിനയം. ഇവൻ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പ്രേമിക്കാൻ അറിയത്തില്ല, അവർക്ക് പ്രേമം ആത്മാർത്ഥമായിട്ടുള്ള ട്രൂ ലവ് ഇല്ല എന്നൊക്കെ രീതിയിലൊക്കെയാണ് അണ്ണൻ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളെ സബ്ജജിത്ത് ലങ്കേഷ് അണ്ണൻ. അങ്ങനെ ഇത് CGI ദുരന്ത CGI വേസ്റ്റ്. മറ്റേ ഇയാളൊരു ഹരഹര വീരമല്ലോ, ഹരഹര മഹാരാജ്, അങ്ങനത്തെ ഒരു പടം ഇറങ്ങില്ല, അതിൻ്റെ അതുപോലത്തെ ഒരു CGI ഗ്രീൻ സ്ക്രീനാണെന്ന് ഇവിടെ കുറേ ആൾക്കാരൊക്കെ AI പിടിച്ചുണ്ടാക്കി നിർത്തിയിട്ടുണ്ട്. ഇവരെ വിചാരം എന്ന് പറഞ്ഞാൽ AI ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്ന്. AI വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷൻ ആണല്ലോ, എന്നാൽ AI വൃത്തിയൊക്കെ ചെയ്യണ്ടേ, അതുമില്ല. ലാലേട്ടൻ്റെ പഴയ കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്, വേറെ ഏതോ മനുഷ്യനെ പോലെയൊക്കെ ഇരിക്കുന്നത്. AI ചെയ്ത് പാട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്, അതങ്ങനെ പോകണം. അണ്ടർ വാട്ടറിൻ്റെ CGI ഒക്കെ കാണണം, ചിരിച്ച് മരിക്കും. അപ്പോൾ ഇത് പിന്നെ പുതിയ കാലഘട്ടം വരുമ്പോൾ പിന്നെ ഒരു ഫൈറ്റ് വേണമല്ലോ. ഫൈറ്റിൽ ഒരുത്തം വന്നിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ടാർഗറ്റ് ഈസ് അറൈവിങ് എന്താ മറ്റേ ഇതിലൊക്കെ കൊടുക്കണം, ടാർഗറ്റ് ഈസ് അറൈവിങ് പെട്ടെന്ന് പറയുമ്പോഴേക്കും എവനെ ഇടിച്ച് ഈ പൊട്ടനെ വരുന്നില്ലായിരുന്നു ഇതിൽ ടാർഗറ്റ് അറൈവാണെന്ന്. അങ്ങനെ കുറേ കോമഡി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗരുഡയുണ്ട്, KGF ഗരുഡ. അവൻ തുടക്കത്തിൽ അവസാനത്തിൽ വന്നു. ഇടയ്ക്ക് അവൻ എന്താണ് പ്രശ്നം എന്നൊന്നും മനസ്സിലായിട്ടില്ല. അവർ 20 വർഷമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, വലിയ എന്തോ പൈൽസ് എന്തോ ഉണ്ട് അവന്. അവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി പേരാണ് കൊടുത്തിരിക്കുന്നത്, ദർപ്പണക്കൊണ, നല്ല പേര്. അവൻ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നായിക വരുന്നുണ്ട്. നായികയുടെ ഇൻട്രോ എൻ്റെ പൊന്നോ ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ വന്ന് നിന്നിട്ട് ഇവർ കുറേ സൂഡോ സയൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ഒരു സീനുണ്ട്. ഹോസ്പിറ്റൽ സീനൊക്കെ മുട്ട കോമഡിയാണ് കേട്ടോ. ഇത് OTT വരുമ്പം
ചിരിച്ച് മരിക്കാനുള്ള സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീൻ ബൈ സീൻ എടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് വിടുക. ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട് നായകൻ വായുമ്പളന്ന് നായികയെ നോക്കുന്നു. അങ്ങനത്തെ അവിടെ എന്തോ ഒരു കോമഡി ഉണ്ടായിരുന്നു കേട്ടോ, എഴുതി വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ അതിലിടയ്ക്ക് ഒരു പാട്ട് വരുന്നുണ്ട്, റൊമാൻറ്റിക് പാട്ട് സാംസിയസ് കന്നഡയിൽ കേൾക്കുമ്പോൾ നല്ല പാട്ടായിരിക്കും. അത് മലയാളത്തിൽ ഡബ്ബിംഗ് ഒന്നും കൊള്ളില്ല. പക്ഷെ പാട്ട് അയാൾ സ്വസ്ഥമായ ശൈലിയിൽ ഇവൻ ഈ പയ്യനെ ഈ ഫൈറ്റും കാര്യങ്ങളും ഇവൻ്റെ ഇതൊക്കെ ഉണ്ട്, അവനെയൊക്കെ കുഴപ്പമില്ല നെപ്പാണെങ്കിലും. പക്ഷേ ഇതൊരു തൊലിഞ്ഞ ക്യാരക്ടറായി, പിന്നെ ഒരു വേട്ടാവളിയും ക്യാരക്ടർ. അവന് കഴിഞ്ഞ ജന്മത്തിൽ അവ കാണാത്ത മാസ്ക് വെച്ചിരിക്കുന്ന ആളിനെ വരെ അവൻ ഈ ജന്മത്തിൽ കണ്ടറിയാം. എന്നാൽ സ്വന്തം അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതൊരു പ്രത്യേകതര ഒരു പയ്യൻ. അപ്പം ഇത് എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇൻ്റർവൽ ബ്ലോക്ക് അടുപ്പിച്ച് നെയ്യാറ്റിക്കര ഗോവനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻ്റർവൽ ഒരു പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ട്. ഇവരെ സ്ക്രിപ്റ്റിനകത്ത് എന്തൊക്കെയോ ട്വിസ്റ്റ് ഉണ്ടാണോ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഫുള്ള് കോമഡിയായി പോയി, ഇത് എടുത്തിരിക്കുന്ന ഫുൾ കോമഡിയായി പോയി. ഇൻ്റർവൽ ബ്ലോക്ക് ഒരു പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്, ഭീകരത അതൊക്കെ സൃഷ്ടിച്ച് ഇനി അങ്ങോട്ട് തെറിക്കും എന്നുള്ള സിറ്റൊക്കെയാണ് പടം കൊണ്ടുപോയത്. സെക്കൻഡ് ഹാഫ് വീണ്ടും രാജാപ്പാട്ട് കാലഘട്ടം. അതിൽ ഈ ചെറുക്കൻ തേങ്ങയുടെ ചിരട്ടയൊക്കെ വെച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇട്ടൊക്കെ പടച്ചട്ടയൊക്കെ വരുന്നുണ്ട്. പിന്നെ വീണ്ടും രാജാവ് വരുന്നു. അവിടെ ലാലേട്ടൻ്റെ കുറേ കിടിലൻ ഡയലോഗുകളുണ്ട്. എന്താ അശ്വധ്വജ നിൻ്റെ കണ്ണിൽ ഒരു അപായ സൂചന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എടുത്താൽ പൊക്കാത്ത ഡയലോഗുകളൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത് പരസ്പര ബന്ധമില്ല കേട്ടോ, എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇത് ലാലേട്ടന് ഇതിൽ ആർക്കൊക്കെ ഭ്രാന്തുണ്ട്, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു, ചിരട്ട കാണുന്നു, അങ്ങനെയൊക്കെയുള്ള ഹാലൂസിനേഷൻ പോലത്തെ പ്രശ്നമുണ്ട്. അത് ആൾക്കാർക്ക് മാറിയിരിക്കും, ഒരാൾക്കല്ല, ഓരോരുത്തർക്കായിട്ട് മാറിയൊക്കെ ഈ പ്രശ്നം വരുന്നുണ്ട്. അതിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗാണ്, അവനല്ല ഭ്രാന്ത്, എനിക്കാണ് ഭ്രാന്ത്, ഞാൻ ഈ പടത്തിൽ പോയി അഭിനയിക്കാൻ പാടില്ലായിരുന്നു, ഈ പടത്തിൽ അഭിനയിച്ച് എനിക്കാണ് മെൻ്റൽ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഉള്ള സീനൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ഹെവി ഫൈറ്റാണ് ലാലേട്ടൻ്റെ. ഇത് ഫൈറ്റൊക്കെ ചെയ്തിരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിടക്കുന്ന ടീമുകളാണല്ലോ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. പീറ്റർ ഹെയ്ൻ, ഫീൽഡ് ഔട്ടായ പീറ്റർ ഹെയ്ൻ, പിന്നെ സ്റ്റണ്ട് സിൽവ, ഗണേഷ് കുമാർ, നിഖിൽ, 4 പേര് ചെന്നാണ് ഇത് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ഫൈറ്റാണ്. അവൻ്റെത് പിന്നെയും കുഴപ്പമില്ല. ലാലേട്ടൻ്റെ ഫൈറ്റൊക്കെ വാൾ ഫൈറ്റൊക്കെ ഉണ്ട്, കിടുവാണ്. ലാലേട്ടനും പിന്നെ രാജ്ഞിയായിട്ടുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. രാജ്ഞി എന്തോ ഒരു വലിയ ശത്രുവിനെ കണ്ട പോലെയാണ് ഭർത്താവിനടുത്ത് ഫൈറ്റ് ചെയ്യണത്. അത് വേറെ ഒരു വഴിക്ക്, അത് കുറേ സാധനമുണ്ട് ഇതിനകത്ത്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം കാണേണ്ട ആവശ്യമില്ല. നിങ്ങളത് കാണുക, എൻജോയ് ചെയ്യുക, നല്ല മലങ്കൾട്ടായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. മ്യൂസിക് ഞാൻ പറഞ്ഞു, മ്യൂസിക് അടിപൊളി, സാംസിയസ് ഗംഭീര വർക്ക്, ടൈറ്റിൽ കൊടുക്കുന്ന BGM, പിന്നെ 1-2 ആ സാധനം കൊള്ളായിരുന്നു. നമുക്ക് പടം തീരുമ്പോഴും ഈ ഒരു സാധനം കേട്ടതുപോലെയൊക്കെ ഓർമ്മയുണ്ട്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആൻ്റണി സാംസൺ, പുള്ളി പിന്നെ ഫുള്ള് AI പുള്ളിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ഡിസൈനിങ്. ഞാൻ ഒരു മുട്ട സ്ക്രീനിൽ ഏരീസ് പ്ലസിൻ്റെ OD4 ആ സ്ക്രീനിൽ സൗണ്ട് ഡിസൈൻ വല്ലതും ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഒന്ന്, ആ സ്ക്രീനിൻ്റെ കുഴപ്പമാണോ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. റസൂൽ പൂക്കുട്ടി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി. ഇതാ സംഭവം. ഇതൊരു ഈ പീരിയോഡിക്ക് ആണെങ്കിൽ പോലും അത് കുറച്ച് നേരത്തേക്കൊന്നുമല്ല, ഏകദേശം ഒരു മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ 45 മിനിറ്റെങ്കിലും പീരിയോഡിക്ക് സാധനം ഉണ്ട് പടത്തിൽ. 1 മണിക്കൂറെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. പീരിയോഡിക്ക് പിന്നെയും നമുക്ക് ഒരു പഴങ്കഥ, അമ്മച്ചി കഥ കണ്ടുകൊണ്ടിരിക്കും പോലത്തെ ഒരു സെറ്റപ്പിൽ അത് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക. ഈ പുതിയ കാലഘട്ടത്തിൽ അവരാതാണ് കോമഡി ഇതായിട്ട്. ഇത് ഞാൻ പറയണമെന്നല്ല, നിങ്ങൾ കണ്ടു നോക്കുക. അല്ലെങ്കിൽ ബോറ് ഒന്നും അടിച്ചൊന്നുമില്ല. 2 മണിക്കൂറൊക്കെ പടപടയെന്നുണ്ട് പടം അങ്ങ് പോയി. ഇതിങ്ങനെ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് ഓരോ സീരിയലും കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഞാൻ നോട്ട് ചെയ്തൊന്നും വച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമ. എന്തായാലും ഇത് ഞാൻ ഇത്രയും പറയാൻ കാര്യം ദയവ് ഇത് ലാലേട്ടൻ ഇതുപോലത്തെ പടങ്ങൾ എന്തിനാണ് ഈ സിനിമയിൽ പോയി അഭിനയിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് പറഞ്ഞുകൂടെ. ഈ പടം കന്നഡയിൽ പോയിട്ട് അവിടെ പോയിട്ട് കംപ്ലീറ്റ് സ്റ്റാർ എന്ന് പറയുക, ടൈറ്റിലൊക്കെ ഇട്ട് കാണിക്കുക. അവന്മാരും ഇത് കളിയാക്കൊന്നുമില്ല, അത് പേടിക്കണ്ട. കാരണം ഈ സിനിമ ആരും കാണാൻ പോണില്ല അവിടെ, അതുകൊണ്ട് അങ്ങനെ ടെൻഷനൊന്നുമില്ല. എന്നാലും എന്തിനു ചുമ്മാ അവന്മാർ കാണുന്നവന്മാർ പറയും ഈ വയ്യാത്ത ഇയാൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ എന്തോ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാലയ്യൊക്കെ അവന്മാർ കളിയാക്കും പോലെ അവിടെ നിന്ന് അവന്മാർ കളിയാക്കി വയ്ക്കുക. എൻ്റെ അതിങ്ങനെയൊന്നും ചെയ്ത് കളയല്ലേ. ഞാൻ ലാലേട്ടൻ ഫാനൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നല്ല സിനിമ, നല്ല സ്ക്രിപ്റ്റ് നോക്കി ഇത് എല്ലാ മാസത്തിലും പടം റിലീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറക്കണം, നല്ല സിനിമകൾ ഇറക്കിയാൽ മതി. ചുമ്മാ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.